രാവിലെ എണീച്ച് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാൽ മുഖം എല്ലാ ദിവസവും മുഖം കഴുകില്ല, ചിലപ്പോൾ ഭയങ്കര മടിയായിരിക്കും. പക്ഷെ ഇന്ന് പുറത്തൊക്കെ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഇത് ക്ലെൻസർ വെച്ച് മുഖം കഴുകി കഴിഞ്ഞു. ദെൻ ടോണർ. ഇത് ഞാൻ വാങ്ങിയിട്ട് ഒരുപാട് കാലമായി. കണ്ടോ, ക്വാണ്ടിറ്റി ഇപ്പോഴും ഇത്രയുണ്ട്. ഇത് പൈസ എത്താണ്, 500 ml കിട്ടും നമുക്ക്. 1500 രൂപക്കാണത്. അപ്പം കുറച്ച് എടുക്കുക. ഫസ്റ്റ് പ്രോ ഒന്നല്ല, ഇങ്ങനെ യൂട്യൂബൊക്കെ കണ്ടിട്ട് പഠിക്കുക തന്നെ. ടോണർ സെക്ഷൻ കഴിഞ്ഞു. അത് സെറ്റാകുമ്പോഴേക്കും നമുക്ക് ഹെവി ഒന്നുമില്ല. നെക്സ്റ്റ് വൈറ്റമിൻ സി. ഞാൻ പൊതുവേ രാത്രിയാണ് ചെയ്യാറ്, പക്ഷേ ഇന്നലെ രാത്രി ചെയ്തില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ ചെയ്യാമെന്ന് വെച്ചു. ഇത് ഇങ്ങനെ ഇവിടെ ഈ ടോപ്പിൽ ഈ സാധനം ഉണ്ടാവും. ഇതെന്താ പറയാന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ കുത്തിയെടുക്കാം. പിന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ, ഇതിൻ്റെ ഉള്ളിൽ സാധനം ഉണ്ട്, ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഒന്നെടുക്കുക. ഇത് ആക്ച്വലി ഒന്ന് തന്നെ വെച്ചിട്ടാണോ ചെയ്യാന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു സാധനം എടുത്തിട്ട് മൊത്തം ഇറക്കുക ചെയ്യുന്നത്. ഇത് 2 രീതിയിൽ ഉപയോഗിക്കാം. ഒന്നുകിൽ ഇത് മുഖത്തിങ്ങനെ വെച്ചിട്ട് പറ്റിച്ച് വെച്ചിട്ട് 10 മിനിറ്റ് വെക്കാമെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ റബ്ബ് ചെയ്യാം. അപ്പം ഞാൻ പൊതുവെ റബ്ബ് ചെയ്യാനാണ് പ്രിഫർ ചെയ്യുന്നത്. എനിക്ക് ഇവിടെയാണ് കുറച്ച് പിമ്പിൾസ് വന്നതിൻ്റെ മാർക്കുള്ളത്. അപ്പം അത് പറയുന്നു വിചാരിക്കുന്നു, ഇതൊക്കെ വാരി തേച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഇടുന്ന ഭാഗം എടുത്തിട്ട് ഞാനിങ്ങനെ സൈഡ് മുട്ടിനൊക്കെ കണ്ട്. ഇതൊന്നും ചെയ്യാൻ പാടുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ പ്രോഡക്റ്റ് വേസ്റ്റ് ചെയ്യാതിരിക്കുക എന്നതാണല്ലോ നമ്മുടെ ഒരു ഉദ്ദേശം. ഓക്കെ, ആ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് തിരിച്ച് സേഫായി അടച്ചു വെക്കുക. അപ്പോൾ അത് കുറച്ച് സ്കിന്നിൽ അബ്സർവ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യും. എത്ര ടൈം ഇതിൻ്റെ ഒഫീഷ്യലി വെയിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ചിലപ്പോൾ തിരക്കുള്ളപ്പോൾ ഞാൻ അപ്പാട് തന്നെ നെക്സ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. ചിലപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്തിട്ട് നേരെ സൺസ്ക്രീൻ പോകും. സൺസ്ക്രീൻ ഒരു കൈൻഡ് ഓഫ് മോയ്സ്ചറൈസർ ആണല്ലോ. സോ ഇത് 260 ml സെറാവയുടെ പ്രോഡക്റ്റാണ്. ഇതാണ് എൻ്റെ ഗോ ടു. പക്ഷെ കണ്ടോ, ഫുൾ എൻ്റെ ടോബിയുടെ ഹെയർ ഇതിൻ്റെയൊക്കെ പുറത്ത്. ഒരു പ്രൊഡക്റ്റ് എൻ്റെ ക്ലീനായിട്ട് വെക്കാൻ പറ്റില്ല അവൻ്റെ ഹെയർ ഇല്ലാതെ. ഇത്ര എടുക്കാറുള്ളൂ. ഇപ്പം എൻ്റെ രാവിലത്തെ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ ഒരുക്കം കഴിയണം. ഞാൻ കുറച്ച് ലേറ്റായി പോയി. ഓക്കെ, അത് കഴിഞ്ഞു. എല്ലാത്തിലും രോമ. നെക്സ്റ്റ് വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ ഇച്ചിരി സൺസ്ക്രീൻ.
ഈ പറയുന്ന 2 ഫിംഗർ റൂളൊന്നും ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ചെയ്യാറില്ല. ആക്ച്വലി ഞാൻ മൊത്തത്തിൽ 2 ഫിംഗർ റൂള് ചെയ്യാറില്ല. 2 ഫിംഗർ 3 ഫിംഗർ എത്രയാണ്, ജസ്റ്റ് കുറച്ച് ഇങ്ങനെ 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 ഇങ്ങനെ. കഴുത്തൊന്നും ഒഴിവാക്കരുത്, സൺ എക്സ്പോഷർ വരുന്ന എല്ലാ ഭാഗവും. ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ ഞാൻ പൊതുവേ ഇത്രയാണ് എൻ്റെ പരിപാടി. ഇതിന് പുറത്ത് പോകുന്ന സമയത്ത് ഈ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഇന്നലെ കാണിച്ച മാർസിൻ്റെയോ അല്ലെങ്കിൽ ഷുഗറിൻ്റെ ട്രാൻസ്ലൂസൻറ്റ് കോമ്പാക്റ്റോ യൂസ് ചെയ്യും. ടടാ കഴിഞ്ഞു. പിന്നെ ഞാൻ കുറേ വെയിറ്റ് ചെയ്തൊരു സാധനം, ഇത് മാർസിൻ്റെ തന്നെ ഒരു വെൽവെറ്റ് ലിപ് ടിൻ്റ് ആണ്. അപ്പം ഇത് വാങ്ങിയിട്ട് ഞാൻ പൊട്ടിച്ചിട്ടില്ല, ഇത് പരീക്ഷിച്ച് നോക്കാം ഇന്ന് എങ്ങനെയുണ്ട്. നല്ല ക്യൂട്ട് പാക്കേജിങ് ഒക്കെയാണ്. സിക്സ് പ്രോമിസ് എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാനൊരു ബ്രൗൺ എന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. ഇതൊരു കൈൻഡ് പിങ്ക് റെഡ് പോലെ ഉണ്ട്. പാളി. ബ്രൗൺ അല്ല, സിക്സ് പ്രോമിസ് ബ്രൗൺ അല്ല, പാളി. ഇതൊരുമാതിരി മുറുക്കാൻ ചവച്ച് നിൽക്കുന്നത് പോലെയുണ്ട്. പുതിയ പ്രോഡക്റ്റ് വേറൊരു വീഡിയോ കാണാം. ബൈ ബൈ.